ലഹരിക്കെതിരെ ബൈക്ക് റാലി സംഘടിപ്പിച്ച് കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബൈക്ക് റാലിക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകി. ചടങ്ങ് കിഴക്കേ നാലുമുക്ക് ജംഗ്ഷനിൽ കവിയും ഗാനരചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നംപുറം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെയൊക്കെ എല്ലാവരും ഒത്തുചേരുന്നിടത്ത് സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ക്ഷണിക്കുന്നത് ഒരു അംഗീകാരമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നെക്കാൾ നന്നായും കാര്യമായി തന്നെ എന്താണ് ഈ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് നന്നായി അറിയുന്നവരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഞാനൊരാൾ പറഞ്ഞതുകൊണ്ടോ പ്രവർത്തിച്ചതുകൊണ്ടോ നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടോ എന്നും വളരെ പെട്ടെന്ന് മാറുന്ന ഒരു ഭവിഷ്യത്തിൻ്റെ അപകടത്തിൻ്റെ മുന്നിലല്ല നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും എന്നാലും നമുക്കിതെല്ലാം മാറ്റിയെടുക്കണം. തീർച്ചയായും മാറ്റിയെടുക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് എം ഷിബു അധ്യക്ഷനായി. കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് കുമാർ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. മയക്കുമരുന്ന് നമ്മുടെ തലച്ചോറിലേക്ക് കടന്നാൽ തലച്ചോറിലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ന്യൂറോണുകൾ എന്നാണ് പറയുക. അതിന്റെ കോശങ്ങൾക്ക് ആ കോശങ്ങൾക്ക് തകരാറുണ്ടാക്കുന്നു. ഈ കോശങ്ങൾക്കുണ്ടാകുന്ന തകരാറ് നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ അറിവുകളെ, നമ്മുടെ തിരിച്ചറിവുകളെ, നമ്മുടെ വിചാരങ്ങളെ, വികാരങ്ങളെ, സ്വപ്നങ്ങളെ ഒക്കെ താറുമാറാക്കുന്നു. നമ്മുടെ ബോധമനസ്സിനെ ഇല്ലാതാക്കുന്നു, കീഴടക്കി കളയുന്നു. പിന്നെ നമുക്ക് അറിവോ തിരിച്ചറിവോ ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് അമ്മയെയും അച്ഛനെയും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്. നമ്മുടെ തോളോട് തോൾ ചേർന്ന് നടന്ന സുഹൃത്തിനെ തലതല്ലി പൊളിക്കാൻ നമുക്ക് തോന്നുന്നത്, മുമ്പിലിരിക്കുന്ന ഡോക്ടറെ കുത്തി കൊല്ലാൻ തോന്നുന്നത്, ആയുധം എടുക്കാൻ തോന്നുന്നത്, സ്വയം നശിപ്പിക്കാൻ. യൂത്ത് കോൺഗ്രസ് നേതാവ് കിരൺ എം.ആർ. രതീഷ്, മനോജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്, ആറ്റിങ്ങൽ ITI, കഴക്കൂട്ടം മരീൻ കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ജില്ലയിൽ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും സന്ദർശിച്ച ജാഥ മാനവീയം വീഥിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.